തൊഴിലാളി മണ്ഡലം. തൊഴിലാളി മണ്ഡലത്തിൽ ഫ്രീലാൻസ് ജേർണലിസ്റ്റ് നിധീഷ് MK-യുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് തൊഴിലാളി മണ്ഡലത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് നമുക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളെയും തൊഴിൽ ലോകത്തെ യാഥാർത്ഥ്യങ്ങളെയും ശക്തമായ എഴുത്തിലൂടെ നമുക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ്. നിരവധി പ്രമുഖ പ്രസിദ്ധീകരണങ്ങളിൽ നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്ന നിധീഷ് MK. തൊഴിൽ, സാമൂഹ്യനീതി, തൊഴിലിടങ്ങളിലെ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ എന്നിവയെ ഗൗരവത്തോടെയും സംവേദനക്ഷമതയോടെയും അവതരിപ്പിക്കുന്ന എഴുത്തുകാരനായി അദ്ദേഹം അറിയപ്പെടുന്നു. വാർത്തകളെ മാത്രം റിപ്പോർട്ട് ചെയ്യാതെ അതിൻ്റെ പിന്നിലെ മനുഷ്യകഥകളെ തേടിപ്പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ സമീപനം വളരെ ശ്രദ്ധേയമാണ്. ഒരു മാധ്യമപ്രവർത്തകനായ അദ്ദേഹത്തിൻ്റെ യാത്രയും അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം നിധീഷ്. ആദ്യമേ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെയാണ് ഈ മാധ്യമപ്രവർത്തന മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? കഥ പറയാനുള്ളൊരു താല്പര്യത്തിൽ നിന്ന് വരുന്നതാണ് ഇതെല്ലാം. കഥ പറച്ചിലിനോടുള്ളൊരു താല്പര്യം, അത് ആൾക്കാരെ കണ്ടെത്തുന്നതും ആൾക്കാർ അതിൽ കണ്ടെത്തുന്ന ഒരു ആനന്ദവും സാധനങ്ങളും ഒക്കെയാണ് ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നത്. അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടൊരു കോളേജ് ഡിഗ്രി കാലഘട്ടമൊക്കെ എത്തിയപ്പോൾ ഞാൻ ഫിസിക്സാണ് പഠിച്ചത്. പക്ഷേ ഫിസിക്സിലല്ലായിരുന്നു എൻ്റെ മെയിൻ താല്പര്യം. നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സിലാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്. പിന്നെ ആ സമയത്ത് തന്നെ നമ്മൾ ഈ പറയുന്ന സോഷ്യലായിട്ടുള്ള പല കാര്യങ്ങളിൽ ഇടപെടുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകളിലേക്കൊക്കെ പോവുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി വിശാലമായിട്ടുള്ളൊരു മേഖല വേണമെന്ന് തോന്നി. എഴുതാനും എഴുതപ്പെടാനും വായിക്കാനും കഥകൾ പറയാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ നല്ലതാണെന്ന് തോന്നി. പിന്നെ ആ സമയത്ത് ഞാൻ ആക്ച്വലി ഒരു അപകടം കാണിച്ചത് ഈ കോളേജിൽ സെമസ്റ്റർ ബ്രേക്കിൻ്റെ സമയത്ത് ഒരു ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു മാസം അണ്ണാ ഹസാരെയുടെ കൂടെ നിൽക്കാൻ പോയി. അന്ന് മൊത്തത്തിലൊരു ഓളമുള്ളൊരു സമയമാണ്. ചെറുപ്പക്കാരെല്ലാവരും ഇപ്പം കാണുന്ന പോലെ അല്ല അന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു സിറ്റുവേഷൻ എന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് കരിയറോ അല്ലെങ്കിൽ നമ്മളെങ്ങനെ പൈസ ഉണ്ടാക്കുന്നോ എന്ത് ഡിഗ്രി എടുക്കുന്നോ ഉള്ളതിലപ്പുറം ഒരു രാജ്യം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒന്ന് കൊടുമ്പിരി കൊണ്ടിരിക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. ആൾക്കാർ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റ് വരുന്നു. അപ്പം ഞാൻ ഫോർ സം റീസൺ ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു പയ്യനായി മാറി. ഒരു ദേശഭൂഷണി കോഴിക്കോട് ജനിച്ചു വളർന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലിറ്റററി ആയിട്ടുള്ള പല സ്വാധീനങ്ങളും നമ്മൾ പോലും അറിയാതെ വരും. അപ്പോൾ ദേശഭൂഷണി പബ്ലിക് ലൈബ്രറി പോയിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിൽ ലോകത്ത് ഏത് മാഗസീനും നല്ല മാഗസീൻസും അവിടെ വായിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് അപ്പോൾ ഇത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആലോചിച്ചപ്പം 4 കോളം വരച്ച് അതിനകത്ത് ഇങ്ങനെ 4 തൊഴിൽ എനിക്ക് പറ്റുമെന്ന് എനിക്ക് ഒരു ഏകദേശം ഒരു തോന്നിയൊരു 3-4 തൊഴിലെഴുതി അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എഴുതി വെച്ചു. അപ്പോൾ അതിൽ ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഭയങ്കര വിയേർഡ് സാധനങ്ങളായിരിക്കും. പക്ഷേ അതിൽ എനിക്ക് തോന്നിയത് ജേർണലിസം ആണെങ്കിൽ നമുക്ക് ഒരേ സമയം നമ്മളുടെ ഇത്തരം താല്പര്യങ്ങൾ, എഴുത്ത്, സോഷ്യലായിട്ടുള്ള സാധനങ്ങൾ, പൊളിറ്റിക്സ്, അങ്ങനത്തെ സാധനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേസമയം പെട്ടെന്നൊരു ജോലിയും സംഘടിപ്പിക്കുക. അന്ന് അതൊരു ഇമ്മീഡിയറ്റ് ആവശ്യമായിരുന്നു. ഒരു ജോലി ഉണ്ടാക്കുക, ഒരു ശമ്പളം നേടുക. കാരണം എന്നെ വീട്ടിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അച്ഛൻ റിട്ടയർ ആയിരുന്നു, അപ്പോഴത്തേക്കും ഏട്ടനായിരുന്നു സപ്പോർട്ട് ചെയ്തത്. അപ്പം നമുക്ക് ആ ഒരു ജോലി നേടുക, ഒരു ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ജേർണലിസ്റ്റിലെത്തുക. അപ്പോൾ അന്ന് ACJ എന്ന് പറഞ്ഞിട്ട് ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം ശശികുമാറിൻ്റെ ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. എനിക്ക് ഓർമ്മയുണ്ട്. അത് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം അയക്കുന്നതിൻ്റെ തലേ ദിവസമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ACJ ഒരു രീതിയിൽ വലിയൊരു തിരിച്ചറിവായിരുന്നു. കാരണം നമ്മൾ ഈ തെയ്യം കളിച്ച കോഴിക്കോടിൻ്റെ ലോകമല്ല ശരിക്കുള്ള ഒരു ലോകം. അതിനേക്കാളും വിശാലമായ വലിയൊരു ലോകം അപ്പുറത്തുണ്ടെന്ന് കാണിക്കുന്ന ACJ ആണ്. പക്ഷെ അതേസമയം എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ശശികുമാറാണ് അതിൻ്റെ ചെയർമാൻ. ഒരുപാട് നല്ല ടീച്ചേഴ്സ് അവിടെ വരും. പിന്നെ അന്ന് ഇന്ത്യയിൽ പ്രശസ്തരായിട്ടുണ്ടായിരുന്ന വർക്കിംഗ് പ്രൊഫഷണൽസ്, ജേർണലിസ്റ്റുകൾ എല്ലാവരും അവിടെ ക്ലാസ് എടുക്കാൻ വരുമായിരുന്നു. ഇപ്പോൾ പി സായിനാഥ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. അന്ന് ഈ ഡാറ്റാ ജേർണലിസം ഒക്കെ വരുന്നൊരു സമയമാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇതിലേക്ക്, ഈ ട്രേഡിലേക്ക് വരുന്നത്. പക്ഷേ എൻ്റെ ഒരു റിയൽ എഡ്യൂക്കേഷൻ ഒരുപക്ഷെ തുടങ്ങിയത് ഈ ACJ ഇറങ്ങിയതിന് ശേഷം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോയിൻ ചെയ്തു. അതിലേക്കാണ് എനിക്ക് വരേണ്ടത്. ആദ്യകാലത്തെ ഒരു റിപ്പോർട്ടിങ്, തുടക്കകാലത്ത് ഇപ്പോൾ പഠിച്ചു, ഒരു സ്ഥാപനത്തിൽ ജേർണലിസം പഠിപ്പിക്കുന്ന, ഫോർമലായിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പഠിച്ചു. അതിനുശേഷം ആദ്യകാലത്തെ അസൈൻമെൻറ്റ്സ് അതൊക്കെ ഇങ്ങനെയായിരുന്നു? എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താ പറയുക, 1-2 കാര്യങ്ങളുണ്ട്. അതായത്
ഒന്ന് ഇപ്പോൾ ACG നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ജോലി കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ പിന്നെ ഈ പറയുന്ന ഈ ഇതിനകത്ത് മൊത്തത്തിൽ കുറേ ഈഗോയും സാധനങ്ങളും ഒക്കെ ഉണ്ട്. ആ കൊച്ചിയിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഞാൻ 2 വർഷം നിന്നു. ആ 2 വർഷം ഭീകരമായിട്ട് നമ്മൾ പണി പഠിച്ചു. അവിടെ വളരെ സപ്പോർട്ടീവായ ഒരു എക്കോസിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ പ്രശ്നം താമസമായിരുന്നു. ഇപ്പോൾ ആലോചിച്ചാൽ ഭയങ്കര ചിരി തോന്നുന്ന സാലറിയാണ് അന്ന് ഓഫർ ചെയ്തത്. അപ്പോൾ ആ പൈസയ്ക്കൊന്നും അവിടെ നമുക്ക് ജീവിച്ചു പോകാനൊന്നും പറ്റില്ല. അപ്പോൾ വീട് വാടകയ്ക്ക് എടുക്കാനുള്ള പൈസയൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ അതേ ഒരു മാർക്കറ്റിംഗ് എന്തൊക്കെയോ ചെയ്യുന്നൊരു കക്ഷിയാണ്. അയാൾക്കൊരു ഓഫീസ് സ്പേസ് ഉണ്ട് പാലാരിവട്ടത്ത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കത്ത് ഇടപാടുകൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു മുറി വാടകയ്ക്ക് എടുത്തിട്ട്, ചെറിയൊരു മുറി, ഒരു ബ്രേസർ കമ്പനിയുടെയും ഒരു CCTV കമ്പനിയുടെയും നടുവിൽ ഉള്ള ഒരു കടമുറിയാണിത്. സിമൻറ്റ് തറ ഒക്കെ ഉള്ള ഒരു ചെറിയ ബാത്റൂം മറ്റത്തുണ്ട്, ഒരു സിംഗിൾ മുറി, ഒരു വീടിൻ്റെ മുകളിലാണ്. ഞാൻ പറഞ്ഞു ഞാനെടുത്തോളാം, സംഭവം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തോളാം, എനിക്ക് താമസിക്കാനും സ്ഥലമായി. പാലാരിവട്ടമാണ്, എൻ്റെ ഓഫീസ് കലൂരാണ്, അടുത്താണ്. അവിടുന്ന് പിന്നെ കൊച്ചിയിൽ ഈ പറയുന്ന ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആദ്യമൊക്കെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നമുക്ക് തന്നിരുന്ന ഈ പറയുന്ന പ്രസ് റിലീസുകൾ വരും. അപ്പോൾ അന്ന് അവർ റീജിയണൽ റിപ്പോർട്ടിംഗ് വളരെ സ്ട്രോങ്, സിറ്റി റിപ്പോർട്ടിംഗ് വളരെ സ്ട്രോങ് ആണ്. സിറ്റിക്ക് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ എഡിഷൻ 4 പേജിലൊരു എഡിഷനും ഇറങ്ങുന്നുണ്ട്, സിറ്റി എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പണി കുറേ കാലം ഈ പ്രസ് റിലീസ് അടിക്കുമായിരുന്നു. അത് നമ്മൾ വീട്ടിൽ പോകാൻ സമ്മതിക്കില്ല. വൈകുന്നേരം നമ്മൾ എണീറ്റ് പോകാൻ നേരത്തെ ഒരു 10 വീണ്ടും കൊണ്ടുതരും. അങ്ങനെ ഇതിങ്ങനെ അടിച്ചടിച്ച് അപ്പോൾ എനിക്ക് ഈ പ്രസ് റിലീസിലുള്ള ആൾക്കാരുടെ പേരും നമ്പറും ഒക്കെ ബൈഹാർട്ടായി. അപ്പോൾ അവിടെ ഈ പറയുന്ന എറണാകുളത്ത് കരയോഗം പ്രസിഡന്റ് മുതൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാർ വരെ എല്ലാവരുടെയും പേരും നമ്പറും സാധനങ്ങളും ഒക്കെ എനിക്കറിയാം. പിന്നെ മെല്ലെ മെല്ലെ റിപ്പോർട്ടിങ്ങിലേക്ക് കിടന്ന് അവർ ആദ്യം കോർപ്പറേഷൻ റിപ്പോർട്ടിങ് തന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് ഇങ്ങനെയാണ് റിപ്പോർട്ടിങ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഈ കോർപ്പറേഷൻ റിപ്പോർട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കോർപ്പറേഷൻ ഓഫീസിൽ പോവുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കുക. രാവിലെ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആരും വന്നിട്ടുണ്ടാവില്ല, ഞാനും ഒരു പട്ടിയും മാത്രം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഉച്ച വൈകുന്നേരമൊക്കെ ഇവർ അങ്ങനെ അടുപ്പിക്കില്ല, പരിചയമില്ലാത്ത ആൾക്കാർ അങ്ങനെ അടുപ്പിക്കില്ല, നമുക്കങ്ങനെ വാർത്തയൊന്നും തരില്ല. നമ്മൾ സൗഹൃദം ഉണ്ടാക്കാൻ പോയാലും ചിലപ്പം മൈൻഡ് ചെയ്യില്ല. പിന്നെ കുറേ നേരം ഈ വാതിലിൻ്റെ പുറത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു ഇതുകൊണ്ടായിരിക്കും, ദയ കൊണ്ടായിരിക്കും വിളിക്കും. അങ്ങനെ വിളിച്ച് പരിചയപ്പെട്ട ആൾക്കാരാണ് അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടായിരുന്നു കൊച്ചി കോർപ്പറേഷനുണ്ട്, KJ സോഹൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനത്തെ കുറേ കഥാപാത്രങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നു. കൗൺസിൽ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കൗൺസിൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ കൊച്ചി കോർപ്പറേഷനിൽ 91 കൗൺസിലറാണെന്നുണ്ടെങ്കിൽ ഈ 91 കൗൺസിലേഴ്സും വന്ന് ഇരുന്ന് മേയറുടെ അധ്യക്ഷതയിൽ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് മേയർ അതിന് പരിഹാരം കണ്ടെത്താൻ നോക്കി. അപ്പോൾ ഇതിനൊരു അജണ്ട ഉണ്ടാവും. ഈ അജണ്ടയിൽ ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നേരത്തെ പറഞ്ഞ് അവിടെ വെക്കാം. അജണ്ടയിൽ ഇല്ലാത്ത ഐറ്റംസ് ചില സമയത്ത് വരും. പിന്നെ ഇത് മിക്കവാറും ഇത് അടിയാവും. ആ ആഴ്ചയോ അല്ലെങ്കിൽ ആ മാസവും നടന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മുകളിൽ ഇവർ അങ്ങോട്ട് തർക്കം ഉന്നയിച്ച് മേയർ അതിന് മറുപടി പറയും. ചിലപ്പോൾ മറുപടി പറയാതെ ഉഴപ്പിക്കളിക്കും, അടിയാവും. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ച് ഭയങ്കര രസമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഈ ഇത്രയും കൗൺസിലേഴ്സ് ഒന്നിച്ച് വരുമല്ലേ, കൊച്ചി കോർപ്പറേഷൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള കൗൺസിലേഴ്സ് ഒന്നിച്ച് വരിക. 91 കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞാൽ 91 സ്റ്റോറിയാണ്. ആ ഓരോ ഭാഗത്തു നിന്നുള്ള ഓരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അന്വേഷിച്ച് പോയാൽ നല്ല രസമുള്ള സ്റ്റോറി അവിടെ കിടപ്പുണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സിറ്റി എക്സ്പ്രസിൻ്റെ ചാർജ് വന്നു. സിറ്റി എക്സ്പ്രസിൻ്റെ ചാർജ് വന്നപ്പോൾ നമുക്ക് ഈ പറയുന്ന കുറച്ചുകൂടി വിശാലമായിട്ട് നമ്മളൊരു പ്രത്യേക രീതിയിൽ സിറ്റിയെ കവർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അന്ന് പ്രതിപക്ഷം വളരെ സ്ട്രോങ് ആണ്, ഭരണപക്ഷം വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന സിറ്റി എക്സ്പ്രസ് തകർത്ത് സ്റ്റോർ ചെയ്യാൻ തുടങ്ങി എല്ലാ ദിവസവും. പിന്നെ അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പം എനിക്ക് മിൻറ്റെന്നൊരു ഓഫർ വന്നു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലേക്ക് സ്വിച്ച് ചെയ്തു. പക്ഷെ ആ സമയമാകുമ്പോഴത്തേക്കും മിക്കവാറും കൊച്ചിയിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി കുറച്ചൊക്കെ ഉണ്ടാക്കാനും പറ്റി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോറി, നമ്മുടെ നിരീക്ഷണം, അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്ത് നിന്ന് അറിയുന്നത് ഒരു കഥ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ കഥാതന്തു, ഇതിനെ പറ്റിയാണ് ഞാൻ ഒരു വാർത്ത കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വാർത്ത എഴുതേണ്ടത്. പക്ഷേ ഇതൊരു ഐഡിയ മാത്രമാണല്ലോ തുടക്കത്തിൽ. ഇതെങ്ങനെയാണ് ഒരു പബ്ലിക്കേഷനിലേക്ക് എത്തുന്നത്? അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഇത് സ്റ്റോറി ന്യൂസും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ എക്സ്പ്രസ്സിലിരുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ സ്റ്റോറിയെ പറ്റി അത്ര ധാരണയില്ലായിരുന്നു. എനിക്ക് ന്യൂസിനെ പറ്റിയിട്ടായിരുന്നു കുറേയും കൂടി ധാരണ. മിൻറ്റിലൊക്കെ പോയതിൻ്റെ ശേഷമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന നാഷണൽ പബ്ലിക്കേഷനിലേക്ക് പോയതിൻ്റെ ശേഷമാണ് നമ്മൾ കുറച്ചുകൂടി ഒരു ഈ സ്റ്റോറി ന്യൂസ് നമ്മൾ. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയും. ഇപ്പോൾ ഒരു ബോംബ് സ്ഫോടനം നടന്നു, ആ സ്പോട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ലൈവായിട്ടുള്ള റിപ്പോർട്ടിങ് എന്താണ്, ഇതെല്ലാം ന്യൂസാണ്. അപ്പോൾ ന്യൂസിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ന്യൂസിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് നിങ്ങളെ അഭിപ്രായം കൊണ്ടുവരികയും വിശദീകരിക്കുകയൊന്നും ആവശ്യമില്ല. സംഭവം നടന്നത് എന്താണെന്ന് പറഞ്ഞാൽ മതി, അത് മാത്രമേ പറയാനും പാടുള്ളൂ. ഇപ്പം പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചില സമയത്ത് ഞാനിങ്ങനെ ചില ന്യൂസ് കോപ്പിയൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, വാർത്ത എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ 5ാമത്തെ പാരഗ്രാഫ് എത്തണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ ക്ലിക്ക് ബേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്ന സമയത്ത്
ന്യൂസിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് തൊട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആദ്യം പറഞ്ഞ് അതിനുശേഷം അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ. സ്റ്റോറി എന്ന് പറയുമ്പോൾ കുറേയും കൂടി വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ബാംഗ്ലൂർ ഞാൻ മിൻറ്റിൽ പണിയെടുക്കുന്ന സമയത്ത് അന്ന് ഞങ്ങൾക്ക് ലോങ് ഫോം എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊരു ഒരു ഫുൾ പേജ് ഞങ്ങൾക്ക് വിട്ടു വരികയാണ് ഒരു സ്റ്റോറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നമ്മൾ അധികവും ഈ പറയുന്ന 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ പണിയെടുത്ത് ചെയ്യുന്ന സ്റ്റോറികളാണ് അതിൽ ഫീച്ചർ ചെയ്യുന്നത്. എന്താണിത് വ്യത്യാസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ബാംഗ്ലൂരിലേക്ക് ഒരു സമയത്ത് കുറേ കർഷകർ ട്രാക്ടറുമായിട്ട് വരുന്നു. സമീപ പ്രദേശങ്ങളിലുള്ള കർഷകരാണ്. ട്രാക്ടറിൽ കുടം വെച്ചിട്ട് അവരുടെ വെള്ളമില്ലായ്മ കാണിക്കാൻ വേണ്ടി പ്രതീകാത്മകമായിട്ട് ചെയ്യുന്നൊരു സമരമാണ്. അപ്പോൾ ഈ സമരം കുറച്ച് അടിയൊക്കെ, കാരണം അവർ ഈ ഗവൺമെൻറ് അവിടെ ഈ പറയുന്ന ഈ സമരം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അവിടുത്തെ KSRTC ബസ് കൊണ്ടുവന്ന് റോഡിൻ്റെ മുകളിൽ വെച്ച് ഈ ട്രാക്ടർ ഇങ്ങോട്ട് വരുന്നതിനെ ബ്ലോക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ച് കർഷകരും പോലീസും തമ്മിൽ അടിയൊക്കെ. ഇതിന് മറുവശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ബാംഗ്ലൂരിലെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് സിറ്റിയിലേക്ക് വരുന്ന റോഡിലാണ് ഈ ട്രാക്ടർ വരുന്നത്. അപ്പോൾ ആ റോഡ് ബ്ലോക്ക്ഡായി. പോരാത്തതിന് സിറ്റിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ്, അതിൻ്റെ പാരലായിട്ടുള്ള റോഡ് 2 വേയുടെ മറുവശം അതും ബ്ലോക്ക്ഡായി. അപ്പം നമ്മൾ പിറ്റേ ദിവസത്തെ പേപ്പറൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേപ്പറുകളിൽ കാണുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ, അന്നത്തെ ദിവസം ഈ എയർപോർട്ട് റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് എയർപോർട്ടിൽ എത്താൻ പറ്റാതിരുന്ന ആൾക്കാരുടെ ദുഃഖകഥകളാണ്. അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അവർക്ക് ഒരുപാട് പേര് ഫ്ലൈറ്റ് മിസ്സായി, ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരുടെ ഫ്ലൈറ്റ് മിസ്സായി, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഞങ്ങൾ ആലോചിച്ചൊരു സാധനം എന്ന് പറഞ്ഞാൽ, ഇതിനകത്തൊരു ഭയങ്കര വിയേർഡായിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ബാംഗ്ലൂർ പോലെ വളരെ റിച്ച് ആയിട്ടുള്ളൊരു നഗരം, അതിന് ചുറ്റിലും ജീവിക്കുന്ന കുറേ ആൾക്കാർ, അവർക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ബാംഗ്ലൂരിലേക്ക് മാർച്ച് നടത്തുന്നു. ബാംഗ്ലൂർ എന്ന് പറയുന്ന നഗരത്തിന് വെള്ളമില്ല. ബാംഗ്ലൂർ ഒരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു നഗരമാണ്. അതിന് ചുറ്റിലും എവിടെയും ഓഷനില്ല. 100 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു റിവറെങ്കിലും ഉള്ളത്. അപ്പോൾ ഇവരുടെ വെള്ളം മുഴുവൻ വരുന്നത് സമീപ പ്രദേശങ്ങളിൽ നിന്നാണ്, ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ ഇതിനകത്തൊരു ഇൻജസ്റ്റിസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് അന്വേഷിച്ച് പോയി അങ്ങനെ ഒരു സ്റ്റോറി അടിച്ചു. അതായത് എങ്ങനെയാണ് ബാംഗ്ലൂരിലേക്ക് വെള്ളം വരുന്നത്, ഇതാണ് സ്റ്റോറി. മറ്റേത് ഈ പറയുന്ന അന്നത്തെ ദിവസം നമ്മൾ കൊടുക്കുന്ന സാധനം ന്യൂസാണ്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ കർണാടകയിൽ ഗവൺമെൻറ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഈ വിൻ്റർ അസംബ്ലി എന്ന് പറഞ്ഞിട്ട് അവർ നോർത്ത് കർണാടകയിൽ ഒരു അസംബ്ലി സെഷൻ നോർത്ത് കർണാടകയിൽ വെക്കും. അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു അസംബ്ലി സെഷൻ്റെ ഇടയിൽ സൗത്ത് കർണാടകയിൽ നിന്നുള്ള കുറേ ഹസൻ എന്നൊക്കെ ഉള്ള കുറേ ഫാർമേഴ്സ് അവിടെ പോയി സമരം ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഞാനൊന്ന് അവിടെ പോയിട്ട് നോക്കിയിട്ട് വരാം എന്താണ് ഇവർ. കാരണം ഇത് ഇവിടെ ഹസനിൽ ഹാർവെസ്റ്റ് സീസണാണ്. ആ ഹാർവെസ്റ്റ് സീസൺ ഒഴിവാക്കിയിട്ട് ഇവർ ഈ പറയുന്ന നോർത്ത് കർണാടകയിൽ പോയിട്ട് സമരം ചെയ്യേണ്ട കാര്യം എന്താണ്. അപ്പോൾ ഒരു ഷുഗർ കെയിൻ ബെൽറ്റിലുള്ള ഫാർമേഴ്സാണ് അധികം പോകുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി നോർത്ത് കർണാടകയിൽ പോയിട്ട് ഈ പറയുന്ന അസംബ്ലി സെഷൻ ഒരു കുന്നിൻ്റെ മുകളിൽ നടക്കുന്നു. നടുവിൽ ഒരു ഹൈവേ ഉണ്ട്. ഒരു ഹൈവേ, 2 കുന്നിൻ്റെ നടുവിലായിട്ടൊരു ഹൈവേ ഉണ്ട്. ഒരു കുന്നിൻ്റെ മുകളിൽ അസംബ്ലി സെഷൻ നടക്കുന്നു, മറ്റേ കുന്നിൻ്റെ മുകളിൽ ഈ കർഷകർ സമരം നടക്കുന്നു. അങ്ങനെ ഞാൻ എല്ലാവരും അസംബ്ലി സെഷനിലേക്ക് പോയി. നമ്മൾ കുറച്ച് പേര് മാത്രമേ ഇതിലേക്ക് പോയി, സമരത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പം ഭയങ്കര ഭീകരമാണ് സ്ഥിതി. ജനം ഭയങ്കര രോഷാകുലരായിട്ട് ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് അയാളൊരു കുപ്പി എടുത്തിട്ട് വായിലേക്ക് അങ്ങോട്ട്, ഇപ്പം തന്നെ പോലീസ് വന്ന് അയാളെ പിടിച്ച് കൊണ്ടുപോയി. ഒരു ആംബുലൻസ് വന്നു, അയാൾ എടുത്തുവിട്ടു. വിഷം കഴിച്ചതാണ്. ആ സമയത്ത് നമ്മളൊരു ന്യൂസ് അടിക്കുന്നതിലപ്പുറം എന്തുകൊണ്ടാണ് ഹസനിൽ കരിമ്പിൻ്റെ വിളവെടുക്കേണ്ട ഒരു ഫാർമർ ഈ പറയുന്ന ഇവിടെ വന്നിട്ട് ഈ സമരം ചെയ്യുന്നതെന്നുള്ളത് സ്റ്റോറിയാണ്. സ്റ്റോറിക്ക് ന്യൂസിൻ്റെ സ്ട്രക്ചറല്ല, ഇതിൻ്റെ ക്രാഫ്റ്റ് വ്യത്യാസമുണ്ട്. സ്റ്റോറി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒന്ന് പഠിച്ച് ചെയ്യേണ്ട സാധനമാണ്, സമയമെടുക്കും, പേഷ്യൻസ് ആവശ്യമാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഒരു സ്റ്റോറി എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ പറ്റിയാണ്. ആ കോണ്ടെക്സ്റ്റിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഒരു സ്റ്റോറിക്ക് വേണ്ടിയുള്ള സോഴ്സുകൾ എങ്ങനെ കണ്ടെത്തുന്നു, അഥവാ കണ്ടെത്തിയ സോഴ്സിനെ എങ്ങനെ വാലിഡേറ്റ് ചെയ്യുന്നു? ഇത് ഈ ക്രാഫ്റ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ മിൻറ്റിൽ പോയപ്പോൾ എന്നോട് ആദ്യം അവർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരു സ്റ്റൈൽ ബുക്ക് എടുത്തു തന്നു. അപ്പോൾ ആ സ്റ്റൈൽ ബുക്ക് എന്ന് പറയുന്ന ഒരു 100 പേജിൻ്റെ ഒരു ഡോക്യുമെൻ്റാണ്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണം. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, സോഴ്സ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല സ്റ്റോറിയിൽ എവിടെയും. കഴിയുന്നത്ര നമ്മളോട് സംസാരിച്ച ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒന്നെങ്കിൽ അവരുടെ പേരും ഇനീഷ്യലും വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. പേര് മാത്രമാവരുത്, അതിലൊരു പ്രശ്നമുണ്ട്. നമ്മളൊരാളെ കോട്ട് ചെയ്യുന്ന സമയത്ത് അയാളെ പേരും ഇനീഷ്യലും വെച്ചിട്ട് കോട്ട് ചെയ്യണം. കാരണം അയാളുടെ ഐഡൻറ്റിറ്റി അതാണ്. സുരേഷ് എന്ന പേരിൽ 100 ആളുണ്ടാവും. സുരേഷ് കെ ഫ്രം കോഴിക്കോട് ചിലപ്പോൾ ഇയാൾ മാത്രമേ. അപ്പോൾ അങ്ങനെ നമുക്ക് ക്ലോസസ്റ്റ് ആയിട്ട് അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയും. ഇനി അയാളെ പേര് വെക്കാൻ അയാൾ സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾ അയാൾ എങ്ങനെ ഈ സ്റ്റോറിയിൽ അയാൾ റെലവൻ്റ് ആണെന്നും അയാൾ ഈ സ്റ്റോറിയിൽ ഈ പറയുന്ന കാര്യം അയാൾക്ക് അറിയാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് അയാൾ ഇരിക്കുന്നതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതൊക്കെ മിൻറ്റ് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇത് നാഷണൽ മീഡിയയിലെല്ലാം ഉണ്ട്. ഞങ്ങളൊക്കെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ മിനിമം 2 പേരെങ്കിലും അത് കൺഫേം ചെയ്യണം. മിനിമം 2 പേരെന്ന് പറഞ്ഞാൽ ഈ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ള 2 പേരാവരുത്.
രണ്ട് പേരെങ്കിലും മിനിമം കൺഫർമേഷൻ കൊണ്ടുവരും. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 സോഴ്സസ് കൺഫേം ചെയ്യുക. സോഴ്സിങ് വളരെ പക്ക ആയിരിക്കുക. ജാർഗൺ ഒഴിവാക്കുക. വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ എഴുതുക. പിന്നെ ഒരു പരിധിവരെ ഞാൻ പറയുന്നത് റൈറ്ററിൻ്റെ കയ്യിൽ ഒരു പരിധിവരെ ഉള്ളൂ. മിൻറ്റിൽ ഒരു കോപ്പി ഡെസ്കും ഒരു റീറൈറ്റിംഗ് ഡെസ്കും ഉണ്ടായിരുന്നു. കോപ്പി ഡെസ്കിൻ്റെ പണി നമ്മൾ എന്ത് സ്റ്റോറി കൊടുത്താലും അത് ഈ കോപ്പി ഡെസ്കിൽ നിന്ന് റീറൈറ്റിംഗ് ഡെസ്ക് പോയി തിരിച്ച് കോപ്പി ഡെസ്ക് പോയതിൻ്റെ ശേഷമേ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ആ കോപ്പി ഡെസ്കിൻ്റെ പണി എന്ന് പറഞ്ഞാൽ സ്റ്റോറിക്ക് അകത്തുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ള. സ്റ്റോറിക്കകത്ത് ആസും മീസും ആൻഡും ഒക്കെ പ്രോപ്പറായിട്ടാണോ ഉപയോഗിച്ചിട്ടുള്ളത്, ഗ്രാമർ പ്രോപ്പറാണോ, അതാണ് കോപ്പി ഡെസ്കിൻ്റെ പണി. അത് കഴിഞ്ഞിട്ട് റീറൈറ്റിംഗ് ഡെസ്ക് പോകും. റീറൈറ്റിംഗ് ഡെസ്കിൻ്റെ പണി എന്ന് പറഞ്ഞാൽ കോപ്പിക്ക് അകത്ത് എന്താണോ ഇല്ലാത്തത് പക്ഷേ എന്താണോ വേണ്ടത് അതിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള. എന്തിനാണ് ഈ സ്റ്റോറി ഒരു വായനക്കാരൻ വായിക്കേണ്ടത് എന്നാൽ ആ സ്റ്റോറിക്കകത്ത് ഇല്ല. നമ്മൾ നട്ട് ഗ്രാഫ് എന്ന് പറയും. നട്ട് ഗ്രാഫ് വേണം, എല്ലാ സ്റ്റോറിക്കും ഒരു നട്ട് ഗ്രാഫ് വേണം. അപ്പോൾ നമ്മൾ ആ സ്റ്റോറിക്കകത്ത് നട്ട് ഗ്രാഫ് ഇല്ലെങ്കിൽ ഈ റീറൈറ്റിംഗ് ഡെസ്ക് നമ്മളെടുത്ത് പറയും, ഒന്നെങ്കിൽ മെയിൽ അയക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ തന്നെ നട്ട് ഗ്രാഫ് എഴുതും, അല്ലെങ്കിൽ നമ്മളെടുത്ത് മെയിൽ അയച്ചിട്ട് ചോദിക്കും നട്ട് ഗ്രാഫ് എഴുതി വെക്കാൻ പറയും. നിങ്ങളൊരു സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ഒരു റീഡർ അയാളുടെ സമയം ചെലവഴിക്കുന്ന സമയത്ത് നമ്മൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ട് ഈ സ്റ്റോറി ഇമ്പോർട്ടൻ്റ് ആണ്, എന്തുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റോറി വായിക്കണം. ഒരു കളിമണ്ണിന്ന് ശില്പം ഉണ്ടാക്കുന്ന പോലെ ഇതൊരു ക്രാഫ്റ്റാണ്. ആ ക്രാഫ്റ്റ് ഇല്ലെങ്കിൽ ഇത് ബേസിക്കലി ഗോസിപ്പാണ്. ശരി. അപ്പോൾ ഇത് തൊഴിലാളി മണ്ഡലമാണല്ലോ. അപ്പോൾ പല പല ഇൻഡസ്ട്രികൾ ഇങ്ങനെ താങ്കൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്, അതിനെപ്പറ്റി സ്റ്റോറികൾ ഉണ്ടാകാറുണ്ട്. ചോദിച്ചതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ചോദിക്കുവാണ്, എല്ലാത്തിനും ഒരേ പ്രോസസ്സ് അല്ലല്ലോ ഫോളോ ചെയ്യുന്നത്, ഓരോന്നിനും ഓരോ പ്രോസസ്സ്. എങ്ങനെയായിരിക്കും ഈ പ്രോസസ്സ് മാറുന്നത്, അപ്രോച്ച് ചെയ്യുന്ന തലം മാറുന്നത്, സമീപിക്കുന്ന രീതി മാറുന്നത് എങ്ങനെയാണ്? അടിസ്ഥാനപരമായിട്ട് വളരെ സിമ്പിളാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മളൊരു ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരു സാധനം കാണുന്ന സമയത്ത് നമുക്കിത് വേറെ എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ചുകൂടി ഒരു ലാർജ് സ്റ്റോറി ഇതിനകത്ത് ഉണ്ടല്ലോ എന്ന് ആലോചിക്കാൻ പറ്റുന്നിടത്തു നിന്നാണ് ഈ ക്യൂരിയോസിറ്റി തുടങ്ങുന്നത്. പിന്നെ നമ്മൾ ആ കഥ പറയാനുള്ള നമ്മളെ വെമ്പലാണ്. അതിനെന്താണോ ആവശ്യം അത് നമ്മൾ ചെയ്യുന്നു. അതിന് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടെത്തുന്നു, ആ ആൾക്കാരോട് സംസാരിക്കാനുള്ള തുറവ ഉണ്ടാക്കുന്നു. കാരണം എല്ലാവരും നമ്മളോട് പെട്ടെന്ന് സംസാരിച്ചോളൊന്നുമില്ല. എസ്പെഷ്യലി അവർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ അവർ സംസാരിച്ചോളുന്നില്ല. എന്നിട്ട് ഇത് ലളിതമായിട്ട് ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഒരു കഥ വായിക്കുന്ന പോലെ നമുക്കത് പറയാൻ പറ്റുക എന്നുള്ളതാണ്. അത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. പക്ഷേ ഈ റിപ്പോർട്ടിങ്ങിൽ വരുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ കോയമ്പത്തൂരിൽ ഞാൻ രാവിലെ എണീറ്റിട്ട് ഈ പറയുന്ന ഈ പത്രങ്ങളുടെ ഓൺലൈനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ റീജിയണൽ എഡിഷൻ വായിക്കാം. അപ്പോൾ ഞാൻ പോയിട്ട് ഈ റീജിയണൽ എഡിഷൻസ് ഒക്കെ കുത്തിയിരുന്ന് വായിക്കുമായിരുന്നു. കാരണം ഇതിനകത്തൊക്കെ നല്ല സ്റ്റോറി ഉണ്ടാവും. ചിലപ്പോൾ ചില ഏരിയകളിലേക്ക് നമ്മൾ പോകുമ്പോൾ കുറേ കൂടി ടെക്നിക്കലായിട്ട് നമ്മൾ പഠിക്കേണ്ട സാധനങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ടെലിവിഷൻ ഇൻഡസ്ട്രിയെ പറ്റി ചെയ്യുമ്പോൾ നമ്മൾ ആ ഇൻഡസ്ട്രിയെ പറ്റി പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് പറഞ്ഞു. പക്ഷെ പൊതുവേ ഇത് തന്നെയാണ്, യു ട്രൈ യുവർ ബെസ്റ്റ് ടു കൈൻഡ് ഓഫ് ഗെറ്റ് ദ ബെസ്റ്റ് പീപ്പിൾ ഔട്ട് ദെയർ. അതാണ് നമ്മൾ മറ്റ് ജോലികൾ, ഇപ്പോൾ ഒരു IT ജോലിയിൽ ഒരു പക്ഷേ നിങ്ങൾ രാവിലെ ഓഫീസിൽ പോയി തിരിച്ച് വരുന്ന വരെയുള്ള കാര്യങ്ങളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. അവിടെ ആ ഓഫീസ് സ്പേസിൽ നിങ്ങളെങ്ങനെ ഉള്ളതെന്നുള്ളതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ വർക്ക്. ജേർണലിസ്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾ ആ ഓഫീസ് സ്പേസിൽ നിന്ന് ഇറങ്ങിയാൽ നിങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. നിങ്ങൾ ഏത് പുസ്തകം വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, വർക്കിന് പുറമേ നിങ്ങൾ സംസാരിക്കുന്ന ആൾക്കാർ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങൾ നമുക്ക് കൊണ്ടുത്തരുന്ന ചില ലാഭങ്ങളുണ്ട്. അവർ നമ്മളെടുത്ത് ചില കാര്യങ്ങൾ പറയും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ പണ്ട് ചെയ്തൊരു സ്റ്റോറിയാണ്, വളരെ ചെറിയൊരു സ്റ്റോറിയാണ്. ഈ നിസാൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി കേരളത്തിൽ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വന്നു. അപ്പോൾ അത് ഒരു 8 കൊല്ലത്തിന് ശേഷമായിരുന്നു അന്ന് ഒരു ഗ്ലോബൽ ഫേം കേരളത്തിൽ ഒരു യൂണിറ്റ് തുടങ്ങുന്നത്. ശശി തരൂർ ഇവരെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് മുൻകൂറായിട്ട് നടത്തിയൊരു മീറ്റിങ്ങിൽ ശശി തരൂർ പങ്കെടുക്കുകയും അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് എൻഡിലിരിക്കുന്ന കക്ഷി ഒരു ഫ്രഞ്ച് കക്ഷിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ശശി തരൂർ ഇംഗ്ലീഷിൽ നിന്ന് മാറി ഫ്രഞ്ചിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് കേരളത്തെ പറ്റിയിട്ട് ഒരു അരമണിക്കൂർ പുള്ളി ഫ്രഞ്ചിലൊരു പ്രസംഗം കാച്ചുന്നു. അപ്പോൾ ഇത്തരം വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ സ്റ്റോറി എനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. അത് നമ്മൾ വർക്കിന് പുറമേയുള്ള പല സൗഹൃദത്തിൽ നിന്നാണ് നമുക്ക് ആ സ്റ്റോറി കിട്ടുന്നത്. ആ സൗഹൃദങ്ങൾ നിലനിർത്തി കൊണ്ടുപോവുക, ആൾക്കാരെ കാണുക, സംസാരിക്കുക, പല വെറൈറ്റി ആൾക്കാരെ കാണുക. അത് ഇതിനൊരു പ്രശ്നം ഇതാണ്, ഇതിനൊരു സ്റ്റോപ്പ് ബട്ടൺ ഇല്ല. നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയാലും ഒരു സ്റ്റോപ്പ് ബട്ടൺ ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു മേഖല റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ പണിയെടുക്കുന്ന ആളുകളുണ്ടല്ലോ. ഇത് ഞാൻ തൊഴിലാളി മണ്ഡലം ആയതുകൊണ്ടാണ് ഇതിലേക്ക് മാത്രമായി ഞാൻ ചോദിക്കുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല തൊഴിൽ മേഖലകളിലെയും അവരുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ സൗകര്യങ്ങൾ ഒക്കെ മെച്ചപ്പെടുന്നത് ഇതുപോലൊരു കഥയോ അതിനെപ്പറ്റി ഒരു ന്യൂസ് ആർട്ടിക്കിളോ വന്നു കഴിയുമ്പോഴാണ്. അപ്പോൾ ജേർണലിസവും ആക്ടിവിസവും ചേർന്ന് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളായിട്ട് കരുതുന്നുണ്ടോ?
അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ആക്ടിവിസ്റ്റ് ആവേണ്ടതുണ്ടോ? ആക്ടിവിസം വേഴ്സസ് ജേർണലിസം എന്നൊക്കെ പറയുന്ന ഡിബേറ്റ് ജേർണലിസം ഉണ്ടായ കാലത്ത് തൊട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയുള്ളൊരു സാധനം, ഞാൻ നിത്യാനന്ദ് ജയറാം എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലൊരു പരിസ്ഥിതി പ്രവർത്തകനും ആക്ടിവിസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി ഒരിക്കൽ ഞങ്ങൾക്ക് അന്ന് ACI ക്ലാസ് എടുത്ത സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, പുള്ളി പറഞ്ഞൊരു കാര്യം, ആരോ ഒരാൾ ഇതേപോലൊരു ചോദ്യം ചോദിച്ചു പുള്ളിനോട്, ഷുഡ് എ ജേർണലിസ്റ്റ് ബി എൻ ആക്ടിവിസ്റ്റ് ഓർ എ ന്യൂട്രൽ ഒബ്സർവർ എന്ന്. അപ്പോൾ നിത്യാനന്ദ് പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞാൽ, നിങ്ങളിത് എങ്ങനെ ഡിഫൈൻ ചെയ്യും, ഒരു ആക്ടിവിസ്റ്റ് ജേർണലിസ്റ്റിനെയും ഒരു ന്യൂട്രൽ ജേർണലിസ്റ്റിനെയും എങ്ങനെ ഡിഫൈൻ? എൻ്റെ ഫോണിൽ കുറേ ആക്ടിവിസ്റ്റുകളുടെ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ ആക്ടിവിസ്റ്റ് ജേർണലിസ്റ്റ് ആയോ? എൻ്റെ ഫോണിൽ കുറേ CEOമാരുടെ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ ബിസിനസ് ജേർണലിസ്റ്റ് ആയോ? ജേർണലിസ്റ്റ് ഒരിക്കലും ന്യൂട്രൽ അല്ല. യു കാൺ ബി എൻ ഇംപാർഷ്യൽ ഒബ്സർവർ ടു സംതിങ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ സ്റ്റോറിയോട് എങ്ങനെ ജസ്റ്റിസ് ചെയ്യാൻ പറ്റുമെന്നേ നമ്മൾ നോക്കുന്നുള്ളൂ. അതിലപ്പുറം അതിന് പൊസിഷൻ എടുക്കുന്നതിൽ എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. കാരണം യു ഹാവ് ടു ബി ഫെയർ, ദാറ്റ് ഈസ് ഫോർ ഷുവർ. ഇപ്പം നമ്മൾ നെൽപ്പ് സമരം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. മൂന്നാറിൽ തേയില തൊഴിലാളികൾ സമരം ചെയ്ത സമയത്ത് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ എഴുതി കൊടുത്ത സ്റ്റോറി എൻ്റെ പത്രം പബ്ലിഷ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മറുവശം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ മറുവശം വന്നിട്ട് സ്റ്റോറി കൊടുത്താൽ മതി എന്നുള്ളതാണ് അവരുടെ നിലപാട്. അത് ഞാൻ അംഗീകരിക്കുന്നു. യു ഹാവ് ടു ബി ഫെയർ. ഒരാളെ നമ്മളൊരു മോശം ലൈറ്റിൻ്റെ താഴെ കൊണ്ട് നിർത്തുവാണെങ്കിൽ നമുക്ക് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു സമയം കൂടി കൊടുക്കണം. അതേസമയം ഇതിൻ്റെ രാഷ്ട്രീയം സംസാരിക്കുകയും വേണം. ബിയോണ്ട് എൻ എക്സ്റ്റെൻറ്റ് ദർ ഇസ് നോ സച്ച് തിങ് ആസ് ഒബ്ജക്ടിവിറ്റി. പക്ഷേ ഐ അണ്ടർസ്റ്റാൻഡ് ഇത് ഈ ആൾക്കാർക്ക് ഈ സംശയം തോന്നാൻ കാരണം ജേർണലിസ്റ്റുകൾ ഒരുപക്ഷെ ഒന്നെങ്കിൽ വളരെ ന്യൂട്രലായിട്ട് സംസാരിക്കുന്നു, എന്താണ് സത്യമെന്ന് അവർ അന്വേഷിക്കാതെ ഒരാൾ ഇന്നത് പറഞ്ഞു മറ്റേ ആൾ ഇന്നത് പറഞ്ഞു എന്നത് മാത്രം പറയുന്നു. അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾ വളരെ ബയസ്ഡ് ആയിട്ട് സംസാരിക്കുന്നു. ഒരു ലോജിക്കും ഇല്ലാത്തൊരു കാര്യം പറയുന്നത് റിപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഈ പറയുന്ന ന്യായമായിട്ടുള്ളൊരു വശം വേറൊരാൾ പറയുന്നത് ആടെ തമസ്കരിച്ചുകൊണ്ട് വൺ സൈഡഡ് ആയിട്ട് മാത്രമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന ഈ സ്റ്റോറിയോട് നീതി പുലർത്തുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ ബുദ്ധിമുട്ടുമാണ് ചെയ്യാൻ. സത്യത്തിന് വിലയില്ലാതാവുന്ന സമയത്ത് ജേർണലിസ്റ്റിനും സത്യത്തിന് വിലയില്ലാണ്ടാവും. ഞാൻ അതിലേക്ക് വരുവാണ്. അതിനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞതുപോലെ ജേർണലിസം ഒരു കരിയറായിട്ടോ ഒക്കെ എടുക്കാൻ താല്പര്യപ്പെട്ടൊക്കെ വരുന്നുണ്ട്. വാളെടുത്തവരെല്ലാവരും വെളിച്ചപ്പാട് എന്ന നിലയിൽ ഓൺലൈൻ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും ആർട്ടിക്കിൾ എഴുതുന്നു. അങ്ങനത്തെ തലമാണ്. അപ്പോൾ ഇതിലേക്ക് കടന്നു വരുന്ന യുവാക്കൾ ഉണ്ടാക്കിയെടുക്കേണ്ട സ്കിൽസ്, നേരത്തെ പറഞ്ഞ പോലെ ആർക്കും ചെയ്യേണ്ടത് ഒരു കാര്യമില്ല ജേർണലിസ്റ്റ്. ഇതിനൊരു ക്രാഫ്റ്റ് ഉണ്ട്. ഈ ക്രാഫ്റ്റ് പഠിച്ച് അതിൻ്റെ ടൂൾസ് ഉപയോഗിച്ച് തന്നെ അപ്രോച്ച് ചെയ്യണം എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് തരം സ്കില്ലുകളാണ് നേരത്തെ തന്നെ ഇങ്ങനെ ആയിരിക്കണം ഞാൻ ഒരു കാര്യത്തിനെ സമീപിക്കേണ്ടത് എന്ന തലത്തിൽ തയ്യാറാക്കേണ്ടത് ഒരാൾ? അപ്പോൾ എൻ്റെ ഒരു അനുമാനത്തിൽ ഒരുപാട് പേർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല ജേർണലിസ്റ്റിലേക്ക് വരാൻ. ഇനി വരുന്ന ആൾക്കാർക്ക് തന്നെ എനിക്ക് തോന്നുന്നത് താല്പര്യം മറ്റ് ചില കാര്യങ്ങളിലാണ്. ഈ പറയുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിന് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാം എന്ന ആൾക്കാർ കരുതുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പുതുതായിട്ട് വരുന്ന പിള്ളേർക്ക് പലർക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ ഒരു വിസിബിലിറ്റിയും ശരിയാണ്, ഇതൊരുപാട് വിസിബിലിറ്റി ഉള്ള, ഇതൊരുപാട് ഒരു കൾച്ചറൽ ക്യാപിറ്റലുള്ള, ഒരു സോഷ്യൽ ക്യാപിറ്റലൊക്കെ കിട്ടാവുന്ന ഒരു ജോലിയും കൂടിയാണ്. അപ്പോൾ അത് താല്പര്യം പ്രകടിപ്പിച്ച് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് പേർക്ക് അത് താല്പര്യമുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. ഇതൊരു തരത്തിൽ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടൊരു തൊഴിലാണ്. അത് ഭയങ്കര രസമാണ്. നമ്മളൊരു പ്രത്യേകിച്ചൊരു സ്കിൽ സെറ്റോ എന്തെങ്കിലും ഒരു ടെക്നോളജി പഠിക്കുന്ന ഒരു BTech പഠിക്കുന്ന പോലെയല്ല ഇത്. ആർക്ക് വേണമെങ്കിലും സത്യം പറഞ്ഞാൽ ജേർണലിസ്റ്റ് ആവാം, പ്രൊവൈഡഡ് ഇതിനോട് നമ്മൾ കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റിനോട് നമ്മൾ നീതി പുലർത്തണം. ഈ സ്റ്റോറിയോട് നമ്മൾ നീതി പുലർത്തുക എന്നുള്ളത് മാത്രമാണ്. ഇതിൻ്റെ ക്രാഫ്റ്റ് നമ്മൾ ഫോളോ ചെയ്യണം. മറ്റേതൊരു തൊഴിലും ചെയ്യുന്ന പോലെ തന്നെ ഇതിന് അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട്, ഒരു നിയമവ്യവസ്ഥയുണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യണം. ഇതിനൊരു ജ്ഞാന വ്യവസ്ഥയും കൂടിയുണ്ട്, ഇതിനൊരു നോളേജ് സിസ്റ്റവും കൂടിയുണ്ട്. അതും കൂടി നമ്മൾ നീതി പുലർത്താൻ തയ്യാറാവണം. യു ക്യാൻ ബി എൻ ഇഗ്നോറൻറ്റ് ഫൂൾ ആൻഡ് ഓൾസോ claim to be a political journalist. You need to know like what happens in the town, what is the history of this land. രണ്ട് കാര്യങ്ങൾ ഇതിന് ആവശ്യമുള്ളൂ. ഒരു ക്യൂരിയോസിറ്റി, ഒരു ഒബ്സർവേഷൻ, അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആവുക. രണ്ട്, ഇതിൻ്റെ ക്രാഫ്റ്റ് ഫോളോ ചെയ്യുക. ആ രീതിയിൽ നോക്കിയാൽ ഒരു സിനിമയും ജേർണലിസവും ഒക്കെ ഏതാണ്ട് അടുത്തടുത്ത് കിടക്കുന്ന കാര്യം. സിനിമയിൽ നമ്മൾ ഒബ്സർവേഷനാണ്. ആ ഒബ്സർവേഷണൽ ക്വാളിറ്റി ജേർണലിസ്റ്റിലും ആവശ്യമാണ്. ഈ ഒബ്സർവേഷണൽ ക്വാളിറ്റിയും ഈ ക്യൂരിയോസിറ്റിയും ഈ ക്രാഫ്റ്റും ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആർക്കും ചെയ്യാവുന്ന സാധനമാണ് ജേർണലിസം. ഇതിനങ്ങനെ ഇതിനൊരു എലൈറ്റിസ്റ്റ് മൂഡോടെ ഇല്ലാത്തൊരു സാധനമാണ്. വളരെ നന്ദി നിതീഷ്. ഇത്രയും നേരം നിതീഷിൻ്റെ പത്രപ്രവർത്തന ജീവിതത്തെപ്പറ്റിയും നിതീഷ് സ്വീകരിക്കുന്ന രീതികളെപ്പറ്റിയും ഞങ്ങളോട് പറഞ്ഞതിന്.
തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് ഫ്രീലാൻസ് ജേർണലിസ്റ്റ് നിധീഷ് MK-യുമായി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖം. നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.